കുഞ്ഞ് അമ്മയോട് വന്ന് ചോദിക്കുകയാണ്, അമ്മ എനിക്കൊന്ന് ഫോൺ തരാമോ? ഇത് കേൾക്കുന്ന അമ്മ വളരെ സ്നേഹത്തോടെ അവനെ തലോടിക്കൊണ്ട് അവനോട് പറയുന്നു, ഇന്ന് രാവിലെ അമ്മ മോൻക്ക് ഫോൺ തന്നതല്ലേ, ഇനി നമുക്ക് നാളെ ഫോൺ കാണാട്ടോ. ഇത് കേൾക്കുന്ന കുട്ടിക്ക് അമ്മയോട് ദേഷ്യവും സങ്കടവും തോന്നുന്നു. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് നേരെ ഗ്രാൻഡ് പേരൻസിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇനി സാര കാര്യത്തിന് അവനെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഫോൺ ഗ്രാൻഡ് പേരൻസ് അവനക്ക് കൊടുക്കുമ്പോൾ അമ്മ വളരെ നിസ്സഹായായി നോക്കി നിൽക്കുന്നു. ഇത് കണ്ടുകൊണ്ടുവരുന്ന ഹസ്ബൻഡും ഈ ചെറിയ കാര്യത്തിന് നീ എന്തിനാണ് ഇത്ര സ്ട്രിക്റ്റ് കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ വളരെ നിശബ്ദമായി ചിരിക്കുന്നു. എന്നാൽ രാത്രിയിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ കിടന്നുറങ്ങുമ്പോൾ ഇവളുടെ മനസ്സിലേക്ക് ഇവളുടെ ഇന്നർ വോയിസ് ഇവളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാൻ ചെയ്യുന്നത് തെറ്റാണോ? എൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ ആരും മനസ്സിലാക്കുന്നില്ലേ? ഞാൻ ഓവറായി എൻ്റെ കുഞ്ഞിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ? ഞാൻ ഇന്ന് പറയുന്ന നോയെ ആരും അംഗീകരിക്കുന്നില്ലെങ്കിൽ നാളെ ഞാൻ പറയുന്ന ബൗണ്ടറീസിനെ എങ്ങനെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യും എന്നല്ല. എന്നാൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മദർ ലീഡർ പിറ്റത്തെ ദിവസം രാവിലെ വളരെ കാമായി നിന്നുകൊണ്ട് തൻ്റെ ഫാമിലിയോട് പറയും, ഞാൻ എൻ്റെ കുഞ്ഞിനെ സന്തോഷത്തിന് എതിര് നിൽക്കുകയല്ല ചെയ്യുന്നത്, ഞാൻ എൻ്റെ കുഞ്ഞിനെ ഓവറായി സ്ട്രിക്റ്റ് ചെയ്യുകയും ചെയ്യുന്നില്ല. നാളെ ഈ ലോകം മുഴുവൻ എല്ലാ കാര്യങ്ങൾക്കും എസ് പറയില്ല എന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ നോയെ എൻ്റെ കുഞ്ഞിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളെ വലിയ ഡിസപ്പോയിൻമെൻറ്റ്സിനെ അവൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഒരു വീട്ടിലെ റൂള് വീക്കാവുന്നത് ഡിസഗ്രിമെൻ്റ് കൊണ്ടല്ല, സെയിം ബൗണ്ടറീസിനെ മറ്റുള്ളവർ പ്രൊട്ടക്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ്. മദർ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളെ തോൽപ്പിക്കലോ അല്ലെങ്കിൽ വിജയിപ്പിക്കലോ അല്ല, ഒരേ ഇൻഫർമേഷൻ എല്ലാവരിൽ നിന്നും കുഞ്ഞിലേക്ക് എത്തിക്കുന്നതാണ്.